ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഡിഷ് നമ്മൾ റാഗി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ എൻ്റെ സ്റ്റൈലിൽ. അതിനായിട്ട് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം തേങ്ങ വേണം കേട്ടോ, തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം പാലും, പിന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിലോട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ചെറിയ തീ, മാക്സിമം ചെറിയ തീയിലിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് വേഗം കുറുകി കിട്ടും എന്നല്ലാതെ നല്ലതുപോലെ അങ്ങ് കുക്കായി കിട്ടത്തില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് കുക്കാക്കി എടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു പാത്രത്തിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മക്കൾക്കും കൂടെ കൊടുത്തു. അവർക്കിന്ന് 4 മണിക്ക് ഇതാണ് കൊടുത്തത്. പക്ഷേ ചെറിയ ചൂടുണ്ടായിരുന്നു. പുണ്ണിക്കുട്ടൻ അല്ല, ശ്രീകുട്ടൻ വായി ചെറുതായി പൊള്ളേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആൾ കഴിക്കുന്നൊക്കെ ഉണ്ട്, ഹെൽത്തി അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അവരെ ഹെൽത്തി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കുറച്ചും കൂടി കൂടുതലായി നോക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹോട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക.